പെരിയ കൊലക്കേസിലെ പ്രതികളെ സ്വീകരിക്കാൻ കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളാണ് ജയിൽ മോചിതരാവുന്നത്. ഇരട്ട കൊലപാതക കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച സാഹചര്യത്തിലാണ് പ്രതികളുടെ മോചനം സാധ്യമായത്. ഫെലിക്സ് വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നുണ്ട്. ഫെലിക്സ്, അല്പസമയത്തിനകം തന്നെ ഇവർ ജയിൽ മോചിതരാവുമെന്ന് കരുതുന്നു. നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. MV ജയരാജൻ, P ജയരാജൻ, MV ബാലകൃഷ്ണൻ തുടങ്ങി മുതിർന്ന നേതാക്കൾ, ജില്ലാ സെക്രട്ടറിമാരൊക്കെയാണ് മറ്റ് CPM നേതാക്കളോടൊപ്പം അവിടെ സ്ഥലത്ത് ഇവരെ സ്വീകരിക്കാനായി എത്തിയിട്ടുള്ളത് അല്ലേ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനകം തന്നെ CPM-ന്റെ 4 നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങും. ഏതായാലും ഈ 4 പേരെയും സ്വീകരിക്കാനായി ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ, അതായത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഒപ്പം തന്നെ P ജയരാജൻ തുടങ്ങിയ നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തി ഈ 4 നേതാക്കളെയും, അതായത് ഈ പറയുന്ന 4 CPM നേതാക്കൾ KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, KV ഭാസ്കരനൊപ്പം തന്നെ രാഘവൻ വെളുത്തുള്ളി, ഈ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാനായാണ് പ്രവർത്തകർക്കൊപ്പം ഈ നേതാക്കളും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുൻപിലുള്ളത്. വലിയ പ്രവർത്തകരുടെ ബാഹുല്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിലും മുതിർന്ന CPM-ന്റെ നേതാക്കളൊക്കെ തന്നെ, കണ്ണൂരിലെയും കാസർഗോഡെയും പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ സെൻട്രൽ ജയിലിന് മുൻപിൽ ഉണ്ട്. അവർ ചുവന്ന രക്തഹാരം ഒക്കെ എത്തി, ചുവന്ന പൂക്കളൊക്കെയായി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കും. അല്പം മുമ്പാണ് ഈ റിലീസിംഗ് ഓർഡർ നേതാക്കൾ തന്നെ ഇവിടെ എത്തി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത്. ആദ്യം സൂപ്രണ്ട് എത്തിയിരുന്നില്ല, പിന്നീട് സൂപ്രണ്ട് എത്തിയ ശേഷം അവർ ജയിലിനുള്ളിൽ പ്രവേശിപ്പിച്ച ആ റിലീസിംഗ് ഓർഡർ കൈമാറി. ഇനിയിപ്പോൾ ഇവർ ഇറങ്ങാൻ ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നേരത്തെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ അടക്കം പറഞ്ഞത് ഇതിൽ ഇവർ പ്രതികളാണെന്ന് തങ്ങൾ കരുതുന്നില്ല. ഇവരെ കള്ളക്കേസിൽ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയതാണ്, യഥാർത്ഥ കുറ്റക്കാരല്ല. അതുകൊണ്ടാണ് ഇവിടെ എത്തി ഇവരെ സ്വീകരിക്കാനായി കാസർഗോഡ് നിന്നും ഇവിടെ എത്തിയത് എന്നതാണ്. പക്ഷെ നമുക്കറിയാം പൊതുജനത്തിന്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. എത്രത്തോളം ഇവർ വാദിച്ചാലും കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയതാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ കേസിൽ ശിക്ഷ വിധിച്ചതാണ് ഇവർക്ക്. പിന്നീട് അത് സ്റ്റേ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. കുറ്റവിമുക്തരാക്കിയിട്ടില്ല. പ്രതിപട്ടികയിൽ ഇപ്പോഴും ഈ 4 പേരുമുണ്ട്. എന്നിരിക്കെയാണ് ഇത്രയധികം ആഘോഷത്തോടുകൂടി ഇവർ ഈ 4 പേരെയും സ്വീകരിക്കാനായി മുതിർന്ന നേതാക്കൾ എത്തുന്നത്. ഫെലിക്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ര അധികം ആൾക്കാർ അവിടെ ഇല്ല എന്നതിലപ്പുറം ഈ മുതിർന്ന നേതാക്കളാണ് എത്തിയിരിക്കുന്നത്. സമൂഹം മുഴുവൻ നോക്കിക്കാണുന്നതാണ്. അക്രമ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്നത് പോലെയുള്ളൊരു നീക്കമല്ലേ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ പാർട്ടിക്ക് മറ്റൊരവസ്ഥ കൂടിയുണ്ട്. ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിച്ചേ മതിയാകൂ, പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കുകയും വേണം. അങ്ങനെ ഒരു ധർമ്മ സങ്കടത്തിലാണ് പാർട്ടി എന്ന് തോന്നുന്നു. കണ്ണൂരിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പൊതുവെ CPM തള്ളിപ്പറയുമെങ്കിലും അവർക്ക് രഹസ്യമായും അല്ലെങ്കിൽ വ്യക്തിപരമായും ഒക്കെ അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി പരസ്യമായി അവർക്ക് പിന്തുണ നൽകുന്നു. മാത്രമല്ല നമുക്കറിയാം, ഈ കൊലപാതകം നടന്ന് അതിനുശേഷം ഇത്രയധികം നാളുകളായി പിന്നീട് CBI കേസ് ഏറ്റെടുക്കുന്നു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ഇവർ കുറ്റവിമുക്തരായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇവർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ പ്രതികൾ സമർപ്പിച്ച അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു തീർപ്പാക്കുന്നത് വരെയും ഇപ്പോൾ ജാമ്യത്തിൽ മാത്രമായിട്ടായിരിക്കും ഈ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ്. ഏതായാലും നമുക്കറിയാം, ഈ വടക്കേ മലബാറിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ, പ്രത്യേകിച്ചും കൊലപാതക കേസുകളിലൊക്കെ തന്നെ ഈ പറയുന്ന പ്രതികൾക്ക് വലിയ സംരക്ഷണം, വലിയ പിന്തുണ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അത് ഒരു വശത്ത് അക്രമ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളിപ്പറയുമ്പോൾ മറുവശത്ത് കൃത്യമായ പിന്തുണ ഈ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ തന്നെ ലഭിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ അത് പൊതുവെ കാണുന്ന ഒന്നാണ്. ഏതായാലും ഇപ്പോൾ ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്കും ഒരു സംരക്ഷണം അത് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചോദിച്ചിരുന്നു, അതായത് ഈ 4 നേതാക്കളെയാണ് ഇപ്പോൾ പാർട്ടി
അവർ പ്രതിപ്പട്ടികയിലല്ല എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി 10 പ്രതികളുടെ കാര്യത്തിൽ പാർട്ടി ആദ്യം തന്നെ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ അതിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് അതിൽ കോടതി തീരുമാനിക്കട്ടെ, അവർ അപ്പീലുമായി പോകുന്ന കാര്യം കോടതി തീരുമാനിക്കട്ടെ, അതിൽ കോടതി എന്ത് പറയുന്നു അതായിരിക്കും തങ്ങളുടെ തീരുമാനം എന്നതാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്നലെ PK ശ്രീമതിയും ഒപ്പം തന്നെ PP ദിവ്യയും അടക്കമുള്ള CPM നേതാക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഈ നേതാക്കളൊക്കെ തന്നെ കണ്ടതാണ്. അതായത് നേതാക്കളെ ഈ കുറ്റക്കാരായ നേതാക്കളെ കണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയും പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെ എന്നതാണ് ഈ അല്പസമയത്ത്. പാർട്ടി ആർക്കൊപ്പമാണ്? ഇരകൾക്കൊപ്പമാണോ, അല്ലെങ്കിൽ പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കൊപ്പമാണോ, അതോ കുറ്റവാളികൾക്കൊപ്പമാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നത് അതുകൊണ്ടാണ്. പൊതുജനങ്ങൾ ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ അക്രമ രാഷ്ട്രീയ കേസുകളിൽ പ്രതികളായവർക്ക് കൃത്യമായി പലപ്പോഴും ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ പ്രതികൾക്ക് കൃത്യമായ സംരക്ഷണം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നു എന്നതാണ്. ഈ കണ്ണൂർ പാനൂരിലാണ് ഈ ബോംബ് നിർമ്മാണത്തിൻ്റെ കൊല്ലപ്പെട്ടവർക്ക് പാർട്ടി സ്മാരകം പണിയുകയും അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള നേരത്തെയും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്കും അതിൽ 4 CPM നേതാക്കൾ അതിൽ പ്രതികളാണ്. അവരുടെ ശിക്ഷ മരവിപ്പിച്ചപ്പോഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നീക്കം, അതായത് അവരുടെ ശിക്ഷ മരവിപ്പിക്കുകയും അതിന് പിന്നാലെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, അവരെ സ്വീകരിക്കാൻ ഇവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിയിട്ടുള്ളത് എന്നതാണ്. അതായത് അക്രമ രാഷ്ട്രീയത്തെ ഒരു വശത്ത് പൂർണ്ണമായും തള്ളി പറയുമ്പോൾ തീർച്ചയായിട്ടും പലർക്കും സംരക്ഷണം കിട്ടുന്നുണ്ട്. അതായത് ഈ തീർച്ചയായിട്ടും അത് എടുത്ത് പറയേണ്ടതാണ്. ഒപ്പം ചിന്തിക്കേണ്ട ഒരു വിഷയമായി മാറുന്നു. അക്രമ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന തരത്തിലാണോ ഇവർ പെരുമാറുന്നത് എന്നത് നിരവധി തവണയായി നമ്മളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. കുറ്റവിമുക്തരാക്കിയിട്ടില്ല, കുറ്റക്കാരാണ്, പ്രതിപ്പട്ടികയിൽ ഇപ്പോഴും ഉള്ളവരാണ്. അത് ശിക്ഷ മരവിപ്പിക്കൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ജാമ്യത്തിലിറങ്ങുക മാത്രമാണ്. അവരെയാണ് സ്വീകരിക്കാനായി ഇത്രയധികം പേർ, മുതിർന്ന നേതാക്കളടക്കം അവിടെ സ്ഥലത്ത് സന്നിഹിതരായിരിക്കുന്നത്. ഇതിൽ നിന്ന് സാധാരണക്കാരായ പൊതുജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാർട്ടി ആർക്കൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്?